എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾ ലിംഗത്തിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലിംഗത്തിൽ സ്ത്രീകൾ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നാണ് ഇനി പറയുന്നത്. പല പുരുഷന്മാർക്കും പല വിധത്തിലായിരിക്കും ലിംഗവലിപ്പവും ലിംഗത്തിന്റെ ഷേപ്പുമെല്ലാം. ഓറൽ സെക്സിൽ ലിംഗപാനവും അതുപോലെ ലിംഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പുരുഷന്മാരേറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീ പങ്കാളികൾ നല്ലൊരു ബന്ധത്തിനായി ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്തുക. ഇതിലൂടെ നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് തന്നെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ പങ്കാളിയുടെ അഥവാ സ്ത്രീ പങ്കാളിയുടെ എത്തരത്തിലുള്ള സ്പർശനമാണ് നിങ്ങളുടെ പുരുഷൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ചില പുരുഷന്മാർക്ക് ലിംഗത്തിന്റെ അറ്റം സർക്കിൾ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. കൈകൾ കൊണ്ട് മൃദുവായി വട്ടത്തിൽ സ്പർശിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്നാൽ ചിലർക്ക് ലിംഗത്തിന്റെ അഗ്രഭാഗം മുതൽ അതിന്റെ കടക്കണ്ണ് വരെ സ്പർശിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്നാൽ ചിലർക്കാകട്ടെ ലിംഗത്തിന്റെ തുൻപ് ഭാഗം മാത്രം സ്പർശിച്ച് ഒഴിയുന്നതായിരിക്കും ഇഷ്ടം. അതിനാൽ നിങ്ങളുടെ പങ്കാളിക്ക് ഏത് വിധത്തിലുള്ള സ്പർശനമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ലിംഗത്തിന്റെ അത്തരം ഭാഗങ്ങളിൽ പതിയെയുള്ള സ്പർശനം നടത്തി നിങ്ങളുടെ പങ്കാളിയുടെ ഹാർട്ട് ബീറ്റ് ശ്രദ്ധിക്കുക. ഏത് ഭാഗത്താണ് പങ്കാളി നിങ്ങളുടെ സ്പർശനം ഏൽക്കുമ്പോൾ കൂടുതലായി ശ്വാസം എടുക്കുന്നതെന്നും അതുപോലെ പങ്കാളി കൂടുതലായി ഉത്തേജിതാവസ്ഥയിൽ എത്തുന്നതെന്നും മനസ്സിലാക്കുക. അത്തരം ഭാഗങ്ങളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടുതൽ നിങ്ങളുടെ പങ്കാളിയിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്തു കൊടുക്കുക. തുടക്കമേ പറയട്ടെ, തുടക്കത്തിൽ തന്നെ ലിംഗത്തിന്റെ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യരുത്. മറ്റുള്ള സെൻസിറ്റീവായുള്ള ഭാഗങ്ങളിൽ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും വിഭാഗം ചെയ്തു കൊടുക്കേണ്ടതാണ്. അഥവാ തുടയിടുക്കുകളും അതുപോലെ പുരുഷന്റെ അടിവയറും ഇത്തരം ഭാഗങ്ങളിലുള്ള സ്ത്രീ സ്പർശനത്തിന് ശേഷം മാത്രമേ ക്ലൈമാക്സ് എന്നപോലെ പുരുഷന്റെ ലിംഗത്തിൽ സ്പർശിക്കാവൂ. ഇതിലൂടെ പുരുഷന് ശരിയായ ആസ്വാദനം ലഭിക്കുകയും യഥാർത്ഥ രതിസുഖം അവന് പൂർണ്ണതയിലെത്തുകയും ഉള്ളൂ. അതിനാൽ ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ ലിംഗത്തിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ സ്പർശനം നടത്താതിരിക്കുക. ഫോർപ്ലേയിലൂടെ പുരുഷനെ ഉത്തേജിപ്പിച്ച ശേഷം ക്ലൈമാക്സ് എന്ന പോലെ ലിംഗത്തിൽ സ്പർശിക്കുക. ലിംഗത്തിന്റെ ഏത് ഭാഗം സ്പർശിക്കുമ്പോഴാണ് പുരുഷൻ ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കുക. അത്തരം ഭാഗങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ നേരം ആ ഭാഗങ്ങളിൽ മൃദുവായി മസാജ് ചെയ്തു കൊടുക്കുക. ഇവയെല്ലാം പുരുഷന്റെ ലിംഗത്തിൽ പങ്കാളിയായ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.